ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ 98% പേരും ഫെയിലാകുന്നതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ എല്ലാം പലരും യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചാനലെല്ലാം തുടങ്ങി അതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പണമെല്ലാം ഉണ്ടാക്കാമെന്ന് കരുതുകയാണെങ്കിൽ അത്തരത്തിൽ എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആകണമെന്നില്ല. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ചാനലെല്ലാം തുടങ്ങി ഏകദേശം 1.5 വർഷമെല്ലാം എടുത്തു എനിക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാനെല്ലാം. എന്നാൽ ഇത്തരത്തിലല്ല, ഓരോരുത്തർക്കും യൂട്യൂബിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം വളരെ വ്യത്യാസമായിരിക്കും. എല്ലാവർക്കും ഒരുപോലെയുള്ള സ്റ്റോറീസ് ഒന്നും ആയിരിക്കില്ല യൂട്യൂബിൽ. ചില ആളുകൾക്ക് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ നല്ല സക്സസ് എല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ മാസങ്ങളെല്ലാം എടുക്കും, ചില ആളുകൾ വർഷങ്ങളെല്ലാം എടുത്തായിരിക്കും അവരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് എല്ലാം ആയിരിക്കും. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പലരും കുറേ അധികം എഫേർട്ടെല്ലാം എടുത്തതിന് ശേഷം ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു കാര്യമെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമെല്ലാം വരുന്നത്, ഇത് ചില ഓവർ എക്സ്പെക്റ്റേഷൻ എല്ലാം തന്നെ ഉണ്ട്. അതായത് വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ നിന്നും പണമുണ്ടാക്കാം, ഒരുപാട് വീഡിയോസ് എല്ലാം ഇടുമ്പോൾ, അതായത് കുറച്ച് വീഡിയോസ് എല്ലാം ഇട്ട് ഇതിൽ നിന്നും നല്ല വരുമാനമെല്ലാം വരും, ഇങ്ങനെയുള്ള ഒരു അബദ്ധധാരണയെല്ലാം ഉണ്ട്. എന്നാൽ ഇങ്ങനെയല്ല, നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് എല്ലാം ചെയ്യാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്ക് യൂട്യൂബിൽ നിന്നും നല്ല രീതിയിൽ വരുമാനമെല്ലാം കാണാൻ സാധിക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ ഏതൊരു യൂട്യൂബറെ എടുക്കുകയാണെങ്കിലും അവരുടെ ആദ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇതിലെല്ലാം തന്നെ വളരെ കുറഞ്ഞ എമൗണ്ട് എല്ലാം ആയിരിക്കും അവർക്ക് മന്ത്ലി എല്ലാം ലഭിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച്, അതായത് ഓരോരുത്തരുടെ ചാനലും വ്യത്യസ്തമാണ്, അതിനാൽ തന്നെ യൂട്യൂബ് എന്താണെന്ന് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ യൂട്യൂബിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് യൂട്യൂബ് പോളിസിയെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കുക എന്നതാണ്. യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമെല്ലാം വരുന്നു, കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം വരുന്നു, ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് കൂടുതലായി വരികയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം തന്നെ നഷ്ടമാകും. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര കാലം ചെയ്തിരിക്കുന്ന ആ എഫേർട്ട് എല്ലാം തന്നെ നഷ്ടപ്പെടാനും, അതായത് നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആകാനെല്ലാം ഇത് കാരണമാകും. അതിനാൽ തന്നെയാണ് യൂട്യൂബിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പോളിസി എല്ലാം മനസ്സിലാക്കി, യൂട്യൂബ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചെല്ലാം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കാതെ നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. യൂട്യൂബിൽ ഒരുപാട് എഫേർട്ട് എല്ലാം തന്നെ എടുത്തതിന് ശേഷമാണ് ഒട്ടുമിക്ക പേർക്കും നല്ല രീതിയിൽ അവർക്ക് റീച്ച് എല്ലാം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഒരുപാട് പേർ കുറേ വർഷത്തെ എഫേർട്ടിൻ്റെ ഫലമെല്ലാം ആയിരിക്കും അവർക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്തിലേക്കെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, ഇപ്പോൾ ചില ചാനലുകൾ നിങ്ങൾ പറയും ഈ ഒരു ചാനലെല്ലാം തുടങ്ങി കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് ഗ്രോത്ത് എല്ലാം വന്നിട്ടുണ്ട് എന്ന്. എന്നാൽ അങ്ങനെയല്ല, അവർ പല ചാനലും നേരത്തെ എല്ലാം ട്രൈ ചെയ്ത് അതിലെല്ലാം തന്നെ അത്രത്തോളം ഗ്രോത്ത് ഒന്നുമില്ലാതെ ഒരുപാട് പേർ ഇത്തരത്തിൽ ആ ഒരു ചാനലെല്ലാം സ്റ്റോപ്പ് ചെയ്ത് പുതിയതായി ഒരു ചാനലെല്ലാം തുടങ്ങി. ഇങ്ങനെയെല്ലാം ആയിരിക്കും അവർക്ക് ആ ഒരു ചാനലിൽ നല്ല ഗ്രോത്ത് എല്ലാം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഓഡിയൻസ് ബേസ് എല്ലാം ഉള്ള ഒരു ചാനലിന് അവർക്ക് മറ്റൊരു ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ സക്സസ് ആകാൻ സാധിക്കും. കാരണം അവർക്ക് ഓൾറെഡി കുറേ അധികം ഓഡിയൻസുമായി എല്ലാം ടച്ച് ഉള്ളതെല്ലാമാണ്. അതിനാൽ തന്നെ ഒരുപാട് ഓഡിയൻസിന് അവർക്ക് അറിവുള്ള ഒരു ചാനലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനെല്ലാം തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ അല്ലെങ്കിൽ കുറേ അധികം വീഡിയോസ് എല്ലാം നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ചാനലിലെല്ലാം അവർ പുതിയൊരു ചാനലെല്ലാം തുടങ്ങുമ്പോൾ അതിനെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് എല്ലാം ഉണ്ടാക്കാൻ സാധിക്കാറുണ്ട്. എന്നാൽ ഇത് വളരെ പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് അല്ല. യൂട്യൂബിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി അതിനുശേഷം വീണ്ടും ചാനലെല്ലാം തുടങ്ങി അതിൻ്റെ ഗ്രോത്ത് എല്ലാം വർദ്ധിപ്പിച്ചതാണ്. അപ്പോൾ അവരുടെ എഫേർട്ട് എന്ന് പറയുന്നത് നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു എഫേർട്ട് എല്ലാമാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇത്തരത്തിൽ യൂട്യൂബ് 2025 നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നെല്ലാം. യൂട്യൂബിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇതിന് നല്ല രീതിയിൽ പേഷ്യൻസ് എല്ലാം ആവശ്യമാണ്.
അതായത് നമ്മൾ വളരെയധികം ഡെസ്പായി, ഇപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് എല്ലാം കുറവാണ്, റവന്യൂ ഒന്നും വരുന്നില്ല, നിങ്ങൾ ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇതിൽ ടെൻഷനൊന്നും അടിക്കാതിരിക്കാനാണ് ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഈ പേഷ്യൻസ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് പേഷ്യൻസ് എല്ലാം ഉണ്ട്, അതുപോലെ നല്ല നല്ല കണ്ടൻറ്റ്, അതുപോലെ യൂട്യൂബ് അൽഗോരിതം എല്ലാം മനസ്സിലാക്കി പുതിയതായ കാര്യങ്ങളെല്ലാം പഠിച്ച് ഇതിനനുസരിച്ചെല്ലാം വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത്ര വർഷത്തെ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് എല്ലാം നോക്കുമ്പോൾ ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പല ആളുകളുടെയും ചാനലെല്ലാം മോണിറ്റൈസ് ആയിട്ടുണ്ട്, അതുപോലെ നല്ല രീതിയിൽ അവർക്ക് വരുമാനമെല്ലാം വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ കുറച്ച് തിരിച്ചുമുണ്ട്, അതായത് ചാനലെല്ലാം തുടങ്ങി നല്ല രീതിയിൽ നല്ല ആക്റ്റീവായി വീഡിയോസ് എല്ലാം ഇട്ടിരുന്നവർ അവർ ഇത് പിന്നീട് സ്റ്റോപ്പ് ചെയ്തു പോയിട്ടുള്ളതും, അതുപോലെ ഇതിൽ നിന്നും വരുമാനം ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഒരുപാട് എഫേർട്ട് എല്ലാം ഇട്ടിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലും നമുക്ക് ഒരുപാട് ആളുകളെ എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഗ്രോത്ത് കുറവാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി മുന്നോട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നത് ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. പിന്നീട് ഇതിനായി നമ്മൾ കുറച്ചെങ്കിലും സമയമെല്ലാം കണ്ടെത്താൻ ശ്രമിക്കണമെന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം എനിക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് എല്ലാം ഉള്ള, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അടുത്ത്, അല്ലെങ്കിൽ 1,00,000-അടുത്തെല്ലാം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ചാനലുകളെല്ലാം തന്നെ അവർ മോണിറ്റൈസായി കുറച്ച് വരുമാനമെല്ലാം വന്നു. അതിനുശേഷം നേരത്തെ ചെയ്തിരിക്കുന്ന ആ രീതിയിലുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ അവരുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം ഡൗൺ ആയതും അതിനുശേഷം അവർക്ക് വലിയ രീതിയിലുള്ള റവന്യൂ ഒന്നും ഏൺ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ അവർക്ക് വ്യൂസ് എല്ലാം കുറവാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആ ഒരു ചാനലിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ല ആക്റ്റീവ് അല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റായി വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു ചാനൽ മോണിറ്റൈസ് ആയി എന്നതുകൊണ്ട് മാത്രം നമുക്ക് അതിൽ നിന്നും വലിയ ഗുണമൊന്നും ലഭിക്കില്ല. ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നതിലല്ല കാര്യം, നമ്മൾ ഇതുപോലെ അതിൽ നിന്നും വരുമാനമെല്ലാം വരുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിനായിരിക്കും ചിലപ്പോൾ വലിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു ചാനലിനെക്കാട്ടിലും കൂടുതൽ റവന്യൂ എല്ലാം വരുന്നത്. കാരണം അതിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എന്നതല്ല, അവിടെ കൂടുതൽ ആളുകൾ ആ ഒരു വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. അങ്ങനെയുള്ള ചാനലുകളെല്ലാം ആണെങ്കിൽ അതിലേക്കായിരിക്കും കൂടുതൽ റവന്യൂ എല്ലാം വരിക. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ എന്തായാലും വീഡിയോസ് എല്ലാം ഇടാൻ ഇതിനെല്ലാം തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് പരമാവധി യൂട്യൂബിൽ നിന്നും വരുമാനമെല്ലാം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് യൂട്യൂബേഴ്സിൽ ഒട്ടുമിക്ക പേരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനാൽ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റായി വീഡിയോസ് എല്ലാം ചെയ്യാനും പുതിയ തരത്തിലുള്ള ഐഡിയാസ് എല്ലാം യൂസ് ചെയ്ത്, അതുപോലെ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് അവർ എന്തെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അതുപോലെ നമ്മുടെ പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ഐഡിയാസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ചാനലിന് ഗ്രോത്ത് എല്ലാം ഉണ്ടാക്കാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതും അതിലൂടെയെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് വ്യൂസ് എല്ലാം കൊണ്ടുവരാനെല്ലാം സാധിക്കും. ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെ അവരുടെ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് നല്ല സൗണ്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവർ നേരത്തെ ചെയ്തിരുന്ന വീഡിയോസിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നല്ല സൗണ്ട് എഫക്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം വീഡിയോസ് എല്ലാം ചെയ്തപ്പോഴെല്ലാം അവർക്ക് നല്ല രീതിയിൽ വ്യൂസ് എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. ഓരോ ചാനലിൻ്റെ എക്സ്പീരിയൻസും ഇതെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിലെല്ലാം തന്നെ കൂടുതലായി എങ്ങനെ ചെയ്താലാണ് നമുക്ക് ഇതിൽ നിന്നും ബെനിഫിറ്റ് എല്ലാം ലഭിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും വരുമാനമെല്ലാം കണ്ടെത്താൻ സാധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിരിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് യൂട്യൂബ് ചില കാര്യങ്ങളെല്ലാം നമുക്ക് അഡീഷണൽ ഇൻകം എല്ലാം കൊണ്ടുവരുന്നതിനെല്ലാം നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയ ചാനലുകൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം തികഞ്ഞവർക്ക് ഇപ്പോൾ അഫിലിയേറ്റ് ലിങ്ക് എല്ലാം തന്നെ നേരത്തെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെല്ലാം ആമസോണിൻ്റെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഇങ്ങനെയുള്ള അഫിലിയേറ്റ് ലിങ്ക് എല്ലാം കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് വരുമാനമെല്ലാം നേടാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് അത്രത്തോളം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡയറക്റ്റായി നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട്, അതുപോലെ മിന്ത്ര ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്നെല്ലാം ഇതിൽ നിന്നെല്ലാം ആഡ് ചെയ്ത്
ഇത് നിങ്ങൾക്ക് പ്രൊഡക്റ്റായി ടാഗ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് കമ്മീഷൻ എല്ലാം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ ചാനലിൽ തന്നെ ഇത്തരത്തിൽ ഈ പ്രൊഡക്റ്റ് ടാഗ് എല്ലാം ചെയ്തത് കൊണ്ട് തന്നെ കുറച്ച് വരുമാനമെല്ലാം ആ ഒരു വഴിയും എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം നമുക്ക് അഡീഷണലായ ഒരു വരുമാനം അതിൽ നിന്നെല്ലാം കണ്ടെത്താൻ സാധിക്കും. ചിലപ്പോൾ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വലിയ വരുമാനമൊന്നും കാണുന്നില്ല എങ്കിലും അപ്പോൾ ചില ആളുകൾ ഇതുപോലെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ഒരിക്കലും അതുപോലെ ചെയ്യാതിരിക്കുക. എപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ പല ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും വരുമാനമെല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്നും ലഭിക്കുക എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ എല്ലാ വീഡിയോസിലും ഇപ്പോൾ നിങ്ങൾക്ക് പഴയ വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് എല്ലാം ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് എല്ലാം അതിലേക്ക് ടാഗ് ചെയ്ത് വെക്കാം. അതിനാൽ തന്നെ ആ ഒരു വീഡിയോ എല്ലാം തന്നെ ആ പഴയ വീഡിയോസ് എല്ലാം കാണുന്നവർക്കും അവർക്കും ഇതുപോലെ ഈ പ്രൊഡക്റ്റ് എല്ലാം കാണാനും അതിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യാനെല്ലാം സാധിക്കും. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചാനലെല്ലാം മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതിനെല്ലാം തന്നെ ടൈം എല്ലാം എടുക്കുമെന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പലരും ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ എനിക്ക് ഗ്രോത്ത് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുകയും അതായത് റവന്യൂ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഇത്ര കാലം നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു എഫേർട്ടിന് ഇതിനൊന്നും ഗുണമൊന്നുമില്ലാത്ത അവസ്ഥയെല്ലാം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓവർ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഞാൻ പറയുന്നൊരു കാര്യം. നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും അധികം കിട്ടുന്നില്ല എങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ കൂടി തയ്യാറായിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോസ് എല്ലാം ചെയ്ത് ഈ ഒരു കാര്യമെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം ചെയ്യുക. തീർച്ചയായും യൂട്യൂബ് നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാം ചെയ്യുകയാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്ത് ഇപ്പോഴും 2025 ചാനലെല്ലാം തുടങ്ങി നല്ല രീതിയിൽ വരുമാനമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് നിഷാണ് സെലക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കിയിരിക്കാനും അതിൽ വരുന്ന അപ്ഡേറ്റ്സ് ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിരിക്കാനും അതുപോലെ എങ്ങനെ അവതരിപ്പിച്ചാലാണ് നമുക്ക് കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, നമുക്ക് എങ്ങനെ നമ്മുടെ റവന്യൂ എല്ലാം വർദ്ധിപ്പിക്കാം, ഇതിനെക്കുറിച്ച് നമ്മൾ തന്നെ സ്വയം അസസ്മെൻ്റ് എല്ലാം ചെയ്യുന്നതും അതുവഴി നമുക്ക് മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന് അതിൽ നിന്നും വരുമാനമെല്ലാം കൂട്ടാനെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലെല്ലാം നമ്മൾ ഒരു ഓർഗനൈസ്ഡ് ആയി കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ കൂടുതലായി ടെൻഷനൊന്നും അടിക്കാതിരിക്കുക. ഒരുപാട് പേർക്ക് പറ്റുന്നൊരു കാര്യമാണ്, നമുക്കൊരു വരുമാനമെല്ലാം വരുന്നു അല്ലെങ്കിൽ അതിൽ നിന്നും കുറേ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പുതുതായി സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല, അധികം റവന്യൂ ഒന്നും ലഭിക്കുന്നില്ല, പഴയ റവന്യൂയേക്കാൾ കുറവ് റവന്യൂ ആണ് ഈ ഒരു മാസം ലഭിക്കുന്നത്, ഇങ്ങനെയെല്ലാം ടെൻഷനെല്ലാം ഉണ്ടാകുന്നൊരു അവസ്ഥയെല്ലാം വരാം. പലപ്പോഴും ഇങ്ങനെ ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കാരണം തന്നെ ചാനലെല്ലാം സ്റ്റോപ്പ് ചെയ്യുകയും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുകയെല്ലാം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് എല്ലാം തന്നെ യൂട്യൂബിലുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ ഈസിയായ ഒരു ടാസ്ക് ഒന്നുമല്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് എല്ലാം ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എല്ലാം ലഭിക്കുക. എല്ലാ പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനമെല്ലാം നേടണമെങ്കിൽ ഏതൊരു മേഖല നോക്കുകയാണെങ്കിലും നമുക്കവിടെ ഹാർഡ് വർക്ക് എല്ലാം അത്യാവശ്യമാണ്. ആ ഒരു കാര്യം നമ്മുടെ യൂട്യൂബിലും ഈ ഒരു കാര്യമെല്ലാം വരുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാനൽ ഇതൊന്നും ഫെയിലാകാതെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ യൂട്യൂബ് റിലേറ്റഡായ പുതിയ അപ്ഡേറ്റ്സുകൾ അതുപോലെ പോളിസി ചേഞ്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്